ഹലോ മൈ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ഡിവൈൻ മെസ്സേജാണ്. അതായത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റീയൂണിയൻ നടക്കാനുള്ള സമയമായോ, റീകൺസിലേഷൻ പോസിബിൾ ആണോ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം. ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ ഇത് എപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്ന കാര്യം മാത്രം എടുക്കാം, ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. ടു ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയിൽ രണ്ട് സിറ്റുവേഷനും തരണം ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയായിരിക്കാം നിങ്ങളുടെ വ്യക്തിക്ക്. ഈ ഒരു സമയത്ത് അവർക്കിടയിൽ രണ്ട് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവാം, രണ്ട് പ്രശ്നങ്ങൾ ആയിരിക്കാം. അപ്പോൾ ആ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നിങ്ങളാണ്. അപ്പോൾ നിങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്, അതോടൊപ്പം മറ്റ് സാഹചര്യത്തെക്കുറിച്ചും അവർ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ടും അവർക്ക് പ്രിയപ്പെട്ടതാണ് എന്നാണ്. അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒന്ന് വ്യക്തിയാവാം, അല്ലെങ്കിൽ അവരെ ഫാമിലി തന്നെ ആവാം. അപ്പോൾ അതും കൂടാതെ നിങ്ങളും അവർക്ക് പ്രിയപ്പെട്ടതാണ്, നിങ്ങളെയും കളയാൻ പറ്റില്ല, അവരെയും കളയാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു 2 ഓഫ് കപ്സിൻ്റെ കണക്ഷനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ 2 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ തമ്മിൽ എത്ര അകന്നിരുന്നാലും നിങ്ങളെ സോള് തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് അത് ഭയങ്കരമായ ഒരു കണക്ഷനായിരിക്കും. നിങ്ങളുടെ സോള് തമ്മിൽ ഒരുപാട് അടുക്കാൻ നോക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. സോൾ തമ്മിൽ, അതായത് നിങ്ങൾ സെപ്പറേഷൻ ആയിരിക്കും. നിങ്ങൾ ഇപ്പോൾ ഒരുപാട് ദൂരം നിങ്ങൾക്ക് അടുത്തേക്ക് വരാൻ പോലും സാധിക്കാത്ത വിധത്തിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. ഈ ഒരു പീരീഡിൽ നിങ്ങൾക്ക് പരസ്പരം കാണാതെയും പരസ്പരം മിണ്ടാതെയും പരസ്പരം ഒന്നും സംസാരിക്കാതെയും ഒരു എൻഡായ പോലെയെല്ലാം നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ സോള് പരസ്പരം എന്നും ഒരു കണക്റ്റായ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ആ ഒരു ഡീപ്പ് കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ എന്ന് പറയുന്നത് ഈ ഒരു ഫുൾ കാർഡിലൂടെ നമുക്ക് പറയാൻ പറ്റുന്നത് നിങ്ങൾക്ക് ആ ഒരു ഫുൾ കാർഡ് എന്ന് പറയുന്ന ഒരു പുതിയൊരു തുടക്കമാണ്. അതായത് നിങ്ങൾക്ക് അതിനുള്ള സമയം വരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് ഈ വ്യക്തി നിങ്ങളെ വീണ്ടും വേണം, അല്ലെങ്കിൽ വീണ്ടും എനിക്ക് നിങ്ങളിലേക്ക് ഇപ്പോൾ നോ കോണ്ടാക്റ്റിലൊക്കെ ആണെങ്കിൽ നിങ്ങളിലേക്ക് വരാൻ തയ്യാറാവണം, അല്ലെങ്കിൽ തയ്യാറായി നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അല്ലെങ്കിൽ ഒരു വിളിക്കോ, ഒരു ഫോൺ വിളിക്കോ, ഒരു മെസ്സേജോ ഒക്കെ അയക്കാനായിട്ട് ആൾ റെഡിയായി നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. അപ്പോൾ അതേപോലെ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളൊരു നിങ്ങൾക്ക് ഇവർക്ക് പകരം വെക്കാൻ ആരെയും നിങ്ങൾക്ക് സാധ്യമല്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ, അതായത് നിങ്ങൾക്ക് ഈ വ്യക്തി എന്ന് പറയുന്നത് ഒരു പൂർണ്ണത കിട്ടിയ ഒരു വ്യക്തിയാവാം. നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് എല്ലാം കൊണ്ടും നിങ്ങളെ തൃപ്തിപ്പെടുത്തിയ, അല്ലെങ്കിൽ എല്ലാം കൊണ്ട് നിങ്ങളെ ഒരുപാട് സന്തോഷിപ്പിച്ച, ഒരുപാട് നിങ്ങൾക്ക് സ്നേഹവും സന്തോഷമൊക്കെ തന്ന, നിങ്ങൾക്ക് ഇവർക്ക് പകരം വെക്കാൻ ഇന്നൊരാളില്ല, ഒരു വ്യക്തിയില്ല, ആരും ഇവർക്ക് പകരം വെക്കാൻ ഇല്ല, എനിക്ക് എല്ലാ സന്തോഷവും അനുഭവിക്കുന്ന ആ ഒരു സമയത്തായിരിക്കാം നിങ്ങൾ തമ്മിലുള്ള ആ പെട്ടെന്നുള്ള ഒരു സെപ്പറേഷൻ. നിങ്ങൾക്കിടയിൽ ഈ വ്യക്തി ചിലപ്പോൾ തനിയെ ഇറങ്ങിപ്പോയതായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും വഴക്കുണ്ടാക്കിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒന്നും പറയാതെ നിങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോയ ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കാം നിങ്ങൾക്കിടയിലുള്ള ആ ഒരു സെപ്പറേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ ഇപ്പോൾ ഉള്ള ഈ സെപ്പറേഷൻ പീരീഡിൽ ഈ വ്യക്തിയുള്ള സാഹചര്യത്തിൽ ചിലപ്പോൾ ഈ വ്യക്തി സാമ്പത്തിക പ്രശ്നത്തിലൂടെയൊക്കെ ആയിരിക്കാം ഇപ്പോൾ കടന്നു പോകുന്നത്. പല പ്രശ്നത്തിലൂടെയും നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ കടന്നു പോകുന്നുണ്ടാവാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ വ്യക്തി ഹാപ്പി ആയിട്ടാണ്, നിങ്ങളിൽ നിന്ന് പോയതിന് ശേഷം നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ നല്ല മാറ്റമാണ്, അല്ലെങ്കിൽ അവരിപ്പോൾ വേറൊരു പേഴ്സണൊത്ത് നല്ല ഹാപ്പിയിലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ അവർ ഹാപ്പി ആയിരിക്കാം, അല്ലെങ്കിൽ പല സാഹചര്യത്തിൽ അവർ ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അല്ല. നിങ്ങളുടെ വ്യക്തി ഈ ഒരു സെപ്പറേഷൻ പീരീഡിൽ ഒരുപാട് കഷ്ടതയിലൂടെയാണ് പോകുന്നത്. അവർക്ക് ഒരുപാട് വിഷമത്തിലൂടെയും ഒരു സാഹചര്യവശാൽ അവർ നിൽക്കുന്ന ഇതെന്ന് പറയുന്നത് വളരെ
മോശമായ ആ ഒരു സാഹചര്യത്തിലൂടെയൊക്കെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് കാണുന്നത്. ഇവിടെ ഒരുപാട് വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് സങ്കടത്തിലാണ്. എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള ചിന്തയിലാണ്. നിങ്ങളോട് ചെയ്തു പോയ കാര്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അവർ ഇങ്ങനെ ഒരു സെപ്പറേഷൻ വന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഇതിനൊരു മാറ്റം, ഇതിനൊരു ചേഞ്ച് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ചേഞ്ചാണ് ഇനി വരാൻ പോകുന്നത്. ആ ഒരു റിയൂണിയനാണ് ഇനി നിങ്ങൾക്ക് മുമ്പിൽ നടക്കാൻ പോകുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സന്തോഷകരമായ ഒരു ലൈഫാണ് നിങ്ങൾ പൂർണ്ണതയിൽ എത്തിച്ചേരാനാണ് പോകുന്നത്. ആ ഒരു സന്തോഷകരമായ ആ ഒരു നിമിഷങ്ങളാണ് ഇനി നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നത് എന്നതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ യൂണിവേഴ്സായിട്ട് തന്നെ ഇപ്പോൾ നമ്മൾ പറയല്ലേ, ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഇടയ്ക്കുള്ള ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അതൊരു നിയോഗമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു നിയോഗത്തിലൂടെ ഇവർക്കൊരു പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ വിചാരിക്കുക അവർ ഹാപ്പിയാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഒന്നുമില്ല, ഈ ഒരു സെപ്പറേഷൻ കൊണ്ട് അവർക്കൊന്നുമില്ല എങ്കിൽ അവരെയും ഒരു പാഠം പഠിപ്പിച്ചു യൂണിവേഴ്സ് എന്നതാണ് ഇവിടെ മെയിനായിട്ട് കാണുന്നത്. അപ്പം പല തിരിച്ചറിവിലൂടെയും പല പാഠങ്ങളിലൂടെയും നിങ്ങളും കടന്നു പോയിട്ടുണ്ടാവാം. നിങ്ങളും പല സാഹചര്യത്തിലൂടെയും നിങ്ങളും ഇതിനോടകം കടന്നു പോയിട്ടുണ്ടാവാം. അതായത് ഈ ഒരു സെപ്പറേഷൻ കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫും ചേഞ്ച് ആയിട്ടുണ്ടാവാം. നിങ്ങളുടെ ലൈഫിലേക്കും പല മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവാം ഈ ഒരു സെപ്പറേഷൻ മൂലം. അപ്പോൾ ഈ രണ്ടുപേരും വ്യത്യസ്തമായ രീതിയിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുമൂലം നിങ്ങളൊരു പാഠം പഠിച്ചു എന്നതാണ് മെയിനായിട്ട് ഇവിടെ പറയാനുള്ളത്. അപ്പം ഇപ്പോൾ വരുന്നത് നിങ്ങൾക്ക് ഉടനെ ആ ഒരു ചേഞ്ചാണ്. അതായത് ആ ഒരു വിചാരിച്ചതുപോലെ ആ ഒരു ലൈഫ്, ആ ഒരു റിയൂണിയൻ ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. നല്ല രീതിയിലുള്ള മാറ്റം, നല്ലൊരു ചേഞ്ച്. ഇതൊരു ഹസ്ബൻഡ് ആയിരിക്കാം ഇത് കാണുന്നത്, അല്ലെങ്കിൽ ഒരു വൈഫായിരിക്കാം, അല്ലെങ്കിൽ ഒരു ലവേഴ്സിനായിരിക്കാം. അപ്പോൾ ആരായാലും ശരി, നിങ്ങൾ ആർക്കാണോ ഏത് തരത്തിലാണോ നിങ്ങൾ ഈ വ്യക്തിയുമായിട്ടുള്ള കണക്ഷൻ ഉള്ളത്, അപ്പോൾ അവരുടെ ഫീലിങ്സാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആ ഫീലിങ്സോട് പറയാനുള്ളെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു സെപ്പറേഷൻ പീരീഡിലേക്കാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി ഒരു പാഠം പഠിച്ചു എന്നത് തന്നെയാണ് സത്യം. അതുപോലെ നിങ്ങളും പല മേഖലയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, പല അവസ്ഥയിലൂടെ. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പുതിയ ജോലിയിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്കും പല സാഹചര്യത്തിലും വ്യക്തിയിലൂടെയും നിങ്ങളൊരു പാഠം പഠിച്ചിട്ടുണ്ടാവാം. നിങ്ങളിലേക്ക് പലരും കടന്നു വന്നിട്ടുണ്ടാവാം. അതേപോലെ തന്നെയാണ് ഈ വ്യക്തിയും. അപ്പോൾ നിങ്ങൾക്ക് പരസ്പരം യൂണിവേഴ്സ് മനസ്സിലാക്കി തരുന്നത് എന്താണ്, നിങ്ങൾക്ക് പകരം, അതായത് ആ ഒരു സെപ്പറേഷൻ വന്നതുകൊണ്ടാണ് പരസ്പര തിരിച്ചറിവ് രണ്ടുപേർക്കും വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഈ ഒരു സെപ്പറേഷൻ നിങ്ങളായി മാറ്റാനും, നിങ്ങൾക്ക് മുന്നോട്ടൊരു ജീവിക്കാനുള്ള ആരുമില്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനാവും, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ള ആ ഒരു ധൈര്യം വന്നപ്പോഴാണ് യൂണിവേഴ്സായിട്ട് തന്നെ ഇവരെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു തരാനും പോകുന്നത് എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ആ ഒരു നല്ല നിമിഷങ്ങൾ നടക്കുന്ന ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഈ ഒരു സമയത്ത് ഒരു സൈനൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അല്ലെങ്കിൽ ഇവരുടെ പേര് നിങ്ങൾക്ക് കാണുന്നുണ്ടാവാം, അല്ലെങ്കിൽ നമ്പേഴ്സ് കാണുന്നുണ്ടാവാം നിങ്ങൾക്ക്. അപ്പോൾ അത് നടക്കാൻ പോകുന്നു എന്നതിനുള്ള ഒരു സമയമായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ടൈമിൽ നിങ്ങൾക്ക് പല മാറ്റവും, നിങ്ങൾക്ക് പല ചേഞ്ചും നിങ്ങളിലേക്ക് വരുന്നു എന്നതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലാണ് ഇനി നിങ്ങളുടെ വ്യക്തി മാറുന്നതും, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ ഒരു റീകൺസിലേഷനൊക്കെ പോസിബിൾ ആകാൻ പോകുന്നു എന്നതാണ് കാണുന്നത്. അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിൽ ഉണ്ടെങ്കിലും ഈ വ്യക്തി ഇപ്പോൾ എല്ലാം തിരിച്ചറിഞ്ഞു. ചിലപ്പോൾ ഈ വ്യക്തിയുടെ വരവോടുകൂടി ഈ വ്യക്തി നിങ്ങളിലേക്ക് കടന്നു വന്നത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ വ്യക്തിയുടെ ഈ ഉദ്ദേശം, അതായത് ഈ വ്യക്തി നിങ്ങളിലേക്ക് കടന്നു വരുന്ന സമയത്ത് പലതും നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവാം, പലതും നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവാം. നിങ്ങൾക്ക് ഈ വ്യക്തിയിലൂടെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലൊക്കെ നിങ്ങളുടെ ജീവിക്കാൻ പഠിപ്പിച്ചത് ചിലപ്പോൾ ഈ ഒരു വ്യക്തിയായിരിക്കാം. ഈ വ്യക്തി മൂലമായിരിക്കാം നിങ്ങൾ ഓരോ പൊസിഷനിൽ എത്തിച്ചേർന്നതും, അല്ലെങ്കിൽ നിങ്ങളെ ഓരോരു പാഠങ്ങൾ, ഒരു സ്നേഹം എന്താണ് എന്നതൊക്കെ തിരിച്ചറിഞ്ഞത് ഈ വ്യക്തി മൂലമായിരിക്കാം. അതുപോലെ തന്നെയാണ് നിങ്ങളും ഈ വ്യക്തിക്ക്.
അപ്പോൾ ഈ ഒരു സപ്രഷൻ പീരീഡിലും അവർക്കും മനസ്സിലായി, അവരുടെ ലൈഫിലും ഇപ്പോൾ പല സിറ്റുവേഷനിലും അവർ നിൽക്കുന്ന സമയത്ത് പേഴ്സണാവട്ടെ, വേറെ ഫാമിലി ആവട്ടെ, സാഹചര്യമാവട്ടെ, പക്ഷെ ആ സാഹചര്യത്തിലൊക്കെ അവർ ഓരോ കാര്യവും മനസ്സിലാക്കി ഈ ഒരു സപ്രഷൻ സമയത്ത്. അതായത് നിങ്ങളുടെ ആ ഒരു പെരുമാറ്റവും നിങ്ങൾ കാണിച്ച ആ ഒരു സ്നേഹവും നിങ്ങളില്ലാതിരിക്കുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന ആ നഷ്ടബോധവും അവർക്ക് അതൊരു തിരിച്ചറിവായിട്ടാണ് ഇവിടെ മെയിനായിട്ട് കാണുന്നത്. അതുപോലെ തന്നെയായിരിക്കും നിങ്ങൾക്കും ഇവരുടെ ആ ഒരു സപ്രഷൻ, അല്ലെങ്കിൽ ഇവർക്കിപ്പോൾ ഇല്ല എന്നുള്ള ആ ഒരു സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു മാനസികമായ ആ ഒരു അനുഭവത്തിലൂടെ, നിങ്ങൾ ആ മാനസികമായ ആ ഒരു വിഷമത്തിലൂടെയൊക്കെ നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്തും നിങ്ങൾക്കും ഈ വ്യക്തിയുടെ പ്രാധാന്യം എന്താണ് ഈ വ്യക്തി ഇല്ലാതെ എന്താ പറയുക, യൂണിവേഴ്സായിട്ട് നിങ്ങൾക്കും തിരിച്ചറിവ് തന്നു എന്നതാണ് ഇവിടെ മെയിനായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇതൊരു എൻഡായ റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങൾ ഇനിയില്ല, ഇനിയൊരു റിയൂണിയനോ ഒന്നും സംഭവിക്കില്ല, ഇത് എൻഡായി, ഇനി തിരിച്ചു വരില്ല, അങ്ങനെയൊക്കെ വിചാരിച്ചാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഒരു റീബർത്താണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഈ വ്യക്തി ഒരു വഴിത്തിരിവായിട്ട് തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരും. കാരണം ഇനി ഒരു പുതിയൊരു തുടക്കം എന്ന രീതിയിൽ, പുതിയൊരു മാറ്റം തന്നെ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു എന്നതാണ് ഇവിടെ മെയിനായിട്ട് പറയാനുള്ളത്. എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിലുണ്ടെങ്കിലും അതൊക്കെ മാറി ഒരു സണ്ണാണ് കിട്ടിയത്. കണ്ടോ, പൂർണ്ണ സൂര്യനെ പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാറാൻ പോകുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് വെറും സാധാരണ ഇതിനോടകം തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഈ വ്യക്തിയുടെ ഒരു ഫോൺ കോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവാം. ചില സാഹചര്യത്തിൽ കുറച്ച് പേർക്കൊക്കെ നിങ്ങളുടെ വ്യക്തിയുടെ ഫോൺ കോൾ ലഭിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ജസ്റ്റ് ഒന്ന് വന്ന് വിളിച്ചു പോകുന്ന അല്ല, ഇത് നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളുടെ കൂടെ ലൈഫ് ലോങ് കൂടെ നിൽക്കാൻ വേണ്ടി തന്നെ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ആ ഒരു മാറ്റത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന രീതിയിൽ തന്നെയാണ് ഈ വ്യക്തി നിങ്ങളിലേക്ക് വന്നും നിങ്ങൾക്കിപ്പോൾ ഒരു ഫോൺ കോൾ ലഭിക്കുന്നത് മാത്രമല്ല, നിങ്ങളെ ഒരുപാട് സന്തോഷിപ്പിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഇപ്പോൾ ഒരുപാട് നല്ല നിമിഷത്തിലൂടെയൊക്കെ ആയിരിക്കാം ഇപ്പോൾ കടന്നു പോകുന്നത്. ആ ഒരു ജീവിതം ഇനി അങ്ങോട്ട് നിങ്ങളെ പൂർണ്ണതയിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇവിടെ പലർക്കും കിട്ടാതിരിക്കുന്നുണ്ടാവും. ഇപ്പോഴും നിങ്ങളൊരു വിഷമത്തിലൂടെ കടന്നു പോകുന്നവരോട് പറയാനുള്ളത്, നിങ്ങളുടെ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തും. നിങ്ങൾ വിചാരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ ഈ വ്യക്തി വീണ്ടും വരും, നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ വരും. ഈ വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണോ, ഒരു പാഠം പഠിച്ചു, അതുകൂടാതെ നിങ്ങളും ഒരു പാഠം പഠിച്ചു. യൂണിവേഴ്സായിട്ട് പല സാഹചര്യത്തിലും ഇതൊരു എന്താ പറയുക, ഒരു ദൈവനിയോഗമാണ്. ഇങ്ങനെ ഒരിക്കൽ വരണം എന്നുള്ളത് അതോടെയാണ് ജീവിതത്തിൽ ചില സത്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റി. ചില വ്യക്തികളുടെ കൂട്ടത്തിലും ഈ വ്യക്തിക്കായാലും ഇപ്പോൾ പല സാഹചര്യത്തിലും ശരി എന്താണ്, ഈ വ്യക്തി തന്നെ ചില സാഹചര്യത്തിൽ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നിങ്ങളെ വിശ്വസിക്കാതെ അല്ലെങ്കിൽ മറ്റുള്ളവരെ വാക്ക് കേൾക്കുന്ന ഒരു വ്യക്തിയാവാം. അപ്പോൾ അതിൽ നിന്നൊക്കെ ഈ വ്യക്തിയിൽ തന്നെ വിശ്വാസം വരുത്തി, അതായത് ഇനി ആരുടെയും വാക്ക് ഞാൻ വിശ്വസിക്കില്ല, അല്ലെങ്കിൽ ഇനി വരുന്ന ചില ബന്ധത്തിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഈ വ്യക്തി ഒരുപാട് ഉൾക്കൊണ്ടു. അപ്പം നിങ്ങളെന്ന എന്താ പറയുക, നിങ്ങളെന്ന ഇത് യൂണിവേഴ്സായിട്ട് കാണിച്ചു കൊടുത്തു. പൂർവാധികം ശക്തിയോടെ തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ള ആ ഒരു സത്യമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. യാതൊരു സംശയമില്ല. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് നല്ലൊരു കാലമാണ്, നല്ലൊരു ജീവിതമാണ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്ലൂസ് എടുത്ത് നോക്കാം. നിങ്ങൾക്ക് ഇതിനോടകം തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ കോളോ മെസ്സേജോ ലഭിക്കും. കുറച്ച് പേർക്കൊക്കെ ലൈഫ് മുന്നോട്ട് നല്ല രീതിയിൽ പോകുന്നതായിട്ട് കാണുന്നുണ്ടാവും. കുറേ നാൾ പിരിഞ്ഞിരിക്കുന്ന നോ കോണ്ടാക്റ്റിലൊക്കെ ആയവർക്ക് നിങ്ങളുടെ വ്യക്തി വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേർന്നിട്ടുണ്ടാവും. അങ്ങനെ വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ എന്നെ അറിയിക്കണം. അല്ലാത്തവർ ഉടൻ തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരും, അപ്പോഴും എന്നെ അറിയിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ക്ലോസ് എടുത്ത് നോക്കാം കുറച്ച്. ഇതെല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ക്ലോസ് മാത്രമേ എടുത്തു. ഇത് പ്രധാനമായിട്ടും ആർക്ക് റെസനേറ്റ് ആവും എന്നറിയാനായിട്ടാണ് നോക്കുന്നത്. റിയൂണിയൻ കണ്ടോ, റിയൂണിയൻ പോസിബിൾ ആണ് കേട്ടോ. ജൂൺ
ഒക്ടോബർ കേട്ടോ, മാറിപ്പോയി. എഫ്, കെ, തിരുവാതിര, ടൈലറിങ്, കോഴിക്കോട്, ബാങ്കിലൊക്കെ ജോലിയുള്ളവരാണെങ്കിൽ അവർക്കിത് റെസനേറ്റ് ആവും. മലപ്പുറം, പുണർത്തം, ഗൾഫ് രാജ്യം എന്നുണ്ട് കിട്ടിയിട്ടുണ്ട്. ഗൾഫിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നവംബർ, ജ്യോതി, എം എന്ന് കിട്ടിയിട്ടുണ്ട്. എക്സ്, ആർ, 13. ഇതൊക്കെയാണ് ഇന്ന് കിട്ടിയിരിക്കുന്ന ക്ലോസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് കിട്ടിയിരിക്കുന്ന ക്ലോസ്. അപ്പോൾ നിങ്ങൾ റെസനേറ്റ് ആവുന്ന കാര്യം മാത്രം എടുക്കാം, അല്ലാത്തൊക്കെ വിട്ടേക്കാം. വീണ്ടും പുതിയൊരു റീഡിങ്ങുമായി കാണാം. താങ്ക് യു.